ഇരുന്നുറങ്ങാണ ഭാഗ്യവാൻ. വല്ലതും അറിയണം. വീടറിയണ്ട, വീട്ടുകാരെ അറിയണ്ട, കുട്ടികളെ അറിയണ്ട, കുട്ടികളുടെ പഠിപ്പ് അറിയണ്ട, ഒന്നും അറിയണ്ട. ദൈവമേ, അടുത്ത ജന്മമെങ്കിലും ഒരു പുരുഷനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ടി വി എന്നാക്കണ്ട, ഫ്രിഡ്ജ് എന്നാക്കണ്ട, മിക്സി എന്നാക്കണ്ട, ഗ്രൈൻഡർ എന്നാക്കണ്ട, ഇലക്ട്രോണിക് സാധനത്തെ പറ്റി ഒന്നും അറിയണ്ട. ചിപ്പ് എന്താണെന്ന് അറിയണ്ട, ഡയോഡ് എന്താണെന്ന് അറിയണ്ട. രാവിലെ ഒരുങ്ങി കെട്ടി ചവഞ്ഞ് മുഖത്ത് പൗഡർ മാറി പൂച്ച് ഇറങ്ങി പോയാൽ മതി. അയ്യോ ദൈവമേ, അടുത്ത ജന്മം ഒരു പെണ്ണായിട്ട് ജനിച്ചെങ്കിൽ മതിയായിരുന്നു. അപ്പൊ ധ്യാനത്തിലായിരുന്നല്ലേ? ഞാൻ വിചാരിച്ച നിദ്രയിലായിരിക്കുന്നു. ധ്യാനവും നിദ്രയും രണ്ടല്ല, ഒന്നാണ്. ധ്യാനത്തിൻ്റെ ഉച്ചസ്ഥായിയാണ് നിദ്ര. നിദ്ര നമ്മളെ വിട്ടു മാറാതെ നമ്മളെ പുണരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. അവസാനം പറഞ്ഞത് എത്രയും പെട്ടെന്നൊന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു. ആർക്ക്? എന്റെ കാര്യം പറഞ്ഞതാ. ഭാഗ്യം. ഓ ശരി, ഇവിടെ നിദ്രയിലാണോ? നിദ്രയും ധ്യാനവും ഒന്നല്ല അമ്മ. അച്ഛൻ പറയണ കേട്ടല്ലേ? അല്ല, നിദ്രയിൽ നിന്ന് ലഭിക്കുന്ന ധ്യാനമാണ് ഇതല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കണേ. ഡി, നീ കുളിച്ചാ? കുറച്ചു നേരം പഠിച്ചിട്ട് കുളിക്കാം. പല്ലെങ്കിലും തേച്ചാ? കുറച്ച് കഴിഞ്ഞിട്ട് പല്ല് തേക്കാമേ. എണീറ്റ് പോയി പല്ല് തേക്ക്. വേദിപ്പിക്കണ പിച്ചാണോ പിച്ചണേ? പിന്നെ വേദനിക്കാനല്ലേ പിച്ചണത്? പോടി പോയി പല്ല് തേക്കാൻ. പിള്ളേരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോ ദുശീലങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കല്ലേ? ആയിട്ട് ദുശീലം പഠിപ്പിച്ച ഞാനാ? എടി, കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ അമ്മയ്ക്ക് മുഖ്യമായ പങ്കുണ്ട്, അറിയാമോ? എവിടെ നിന്റെയൊക്കെ ശീലങ്ങളാണ് പിള്ളേർക്ക് പകർന്നത്. നിനക്കൊക്കെ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾക്ക് ദുശീലം വരും. ആഹാ, അതുകൊണ്ടാണല്ലേ നിങ്ങളെ ദുശീലങ്ങൾ ഇപ്പോഴും മാറാത്തെ? വീട്ടിലിരിക്കണ എന്റെ അമ്മയെ പറഞ്ഞിട്ടല്ല ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല, ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. എടി, 7 മാസം എന്നെ നൊന്ത് പ്രസവിച്ചിട്ട്, പ്രായം തകയാണ് എന്നെ പ്രസവിച്ച എന്റെ അമ്മ ലാളിച്ച് കൊഞ്ചിച്ചാണ് എന്നെ വളർത്തിയത്. ആ അമ്മയെ പറയാനുള്ള നിന്റെ അതുകൊണ്ടല്ല ആ വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേ. എല്ലാരും 10 മാസം ചുമന്നാണ് അച്ഛൻ പറയാറ്. അച്ഛനെ മാത്രം എന്താ 7 മാസം? ആ, എന്നാ മാസം തകയാണ് പ്രസവിച്ചത്. ആ, അത് മാനസിക വളർച്ച കാണുമ്പോ അറിയാം. നിനക്കാണ് നീ മനസ്സ് വളരാത്ത. പൂർണ്ണ വളർച്ച എത്രത്തോണ്ടാണ് നിന്റെ മനസ്സ് ഒരുമാതിരി നീ കലബല കലബല പറയല്ല. എനിക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല കലബല കലബല എന്ന് വർത്താനം പറയാൻ. അങ്ങോട്ടൊന്ന് പോയേ, എനിക്ക് അടുക്കള ജോലിയുണ്ട്. അങ്ങോട്ട് പോയാ ഇങ്ങോട്ട് പോയാ നീ ആരടി? എന്റെ തന്തേ. അമ്മ ചായ റെഡിയായോ? ഇല്ല, ഇട്ടിട്ട് ഇപ്പൊ തന്നെ ബെഡ്റൂമിൽ കൊണ്ടുതരാം. മക്കൾ അങ്ങോട്ട് പോയിക്കോ. അങ്ങോട്ട് അങ്ങോട്ട് പോണണ്ട അവള്. പോടി പോയി പാത്രം കഴിയല്ലേ. ഇപ്പൊ മനസ്സിലായ നിന്റെ മനസ്സ് പൂർണ്ണ വളർച്ച എത്രത്തോണ്ടാണ് നീ അക്രമ സ്വഭാവം കാണിക്കുന്നത്? കുട്ടമ്പിള്ളേരെ മോളെ നോക്കണം. പോയി പാത്രം കഴിയോടി ചെല്ലി. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പാത്രം കഴിയിട്ട് പഠിച്ചാ മതി. പാത്രം കഴിയുക എന്റെ കൈ ഞാൻ അടിച്ചോടിക്കും. പോ. അതൊരു കാര്യം ചെയ്യ്, നിങ്ങൾ തീരുമാനത്തിലെത്ത്, എന്നിട്ട് എന്നെ വിളിക്കട്ടോ. അവർക്ക് സന്തോഷമായി. സമാധാനമായല്ലോ. ആ ഭാരം കൂടെ എന്റെ തലയിലെടുത്ത് വെച്ചപ്പോ. പിന്നെ 4 പാത്രം ഇങ്ങനെ ഉരച്ച് കഴിയണ ഭയങ്കര ഭാരമാണ്. ചായ എടു. ചായ എടുക്കാൻ നിർബന്ധമാണോ? ആ, നിർബന്ധമാണ്. എന്നാ പാത്രം കഴിവെക്ക്. എന്താ കഴിയാൻ പറ്റൂല? പാത്രം കഴിയാലെ ചായ കൊള്ളുന്ന പോലെ മുദ്രപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാ? നിങ്ങളെ ജീവിതകാലം മുഴുവൻ സഹിച്ചോളാന്ന് നീ മുദ്രപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഞാൻ സഹിക്കണില്ലേ? അയ്യോ, പാത്രം കഴിവണ്ട. ഞാൻ വെറുതെ പറഞ്ഞാണ്. കഴിവണ്ട, മാറ്റി വെക്കാൻ കൂടെ. അയ്യോ വേണ്ട, എന്റെ വിധി. ഒരു ഗ്ലാസ് ചായ വെച്ചപ്പം കുറെ പാത്രം എടുത്തിട്ട് വന്ന് കഴിവായി. അല്ല, നമ്മളെ വിധി അല്ല. എന്ത് പറയാ ബാലു, ഞാൻ തമാശ പറഞ്ഞല്ലേ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. പാത്രം കഴിവിട്ടേ ഞാൻ ചായ കുടിക്കണോളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, പാത്രം കഴുകിക്കൊണ്ട് ചായ കുടിക്കും. ഞാൻ തടി മാടാ നക്കി കുടിക്കാൻ. എന്റെ 2 കയ്യിലുള്ളൂ എനിക്ക്. കുടിക്ക് ബാലു. വേണ്ട പറഞ്ഞില്ലേ? ഞാൻ കൊണ്ടു തന്നതല്ലേ, കുടിക്ക് പ്ലീസ്. ചൂട്. അയ്യോ സോറി. പച്ചയോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടില്ലേടി? വ്യാപിച്ച് കൊല്ലാനാ? കുറച്ച് ഈയ ഉരുക്കി അങ്ങനെ ഒഴിച്ചാടി. ഞാൻ ശ്രദ്ധിച്ചില്ല. അതാ ഞാനിത് ആറ്റി തരാന്നാ. ആറ്റിക്കളാവോ? നന്നായിട്ട് ആറ്റിയാ? തണുത്താ? കുറച്ച് ചെറിയ ചൂടുള്ളൂ.
ചെയ്തതാ. എടാ വിഷു നീ പുറത്തോട്ട് ഇറങ്ങി, എനിക്ക് ബാത്റൂമിൽ കയറണോടാ. എന്തിന്? എടാ എനിക്ക് പല്ലിക്കണം, കുളിക്കണം. എനിക്ക് തല അറിയണം. എടാ പ്ലീസ് എനിക്ക് അർജന്റ് ആടാ. എന്നാ ആവട്ടെ, അർജന്റാണെങ്കിൽ നടക്കട്ടെ. നീ ഇറങ്ങൂല അപ്പൊ? ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ തന്നെ ഇരുന്നോ, ഞാൻ നിന്റെ ബാത്റൂം യൂസ് ചെയ്തോളാം. എന്റെ ബാത്റൂം യൂസ് ചെയ്യണ്ട, നീ നിന്റെ ബാത്റൂം യൂസ് ചെയ്യപ്പോ. ഞാൻ ഈ ബാത്റൂം യൂസ് ചെയ്യില്ല, നിന്റെ ബാത്റൂം യൂസ് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞ കേക്കില്ല, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കേക്കില്ല. നിക്കടി, ഞാൻ പറഞ്ഞില്ലേ നിന്റെ ബാത്റൂം യൂസ് ചെയ്യാൻ. എടാ നീ വിട്. എടാ വിടാൻ. നിന്റെ ബാത്റൂം നീ യൂസ് ചെയ്താൽ ഞാൻ നിന്റെ ബാത്റൂം യൂസ് ചെയ്യുള്ളൂ. എടാ മുടി വിടാൻ. പോലെ വളർന്നില്ലേ കഴുതള് എന്തടി എന്ത്? അച്ഛാ ഞാൻ മര്യാദയ്ക്ക് കുളിക്കാൻ കയറാൻ പോയതാ, അപ്പൊ മനഃപൂർവ്വം അല്ല കുച്ചിട്ടാവത്ത് കയറിട്ട്. ഇവള് ഇത്തിരി മുമ്പ് എന്നെ വിളിച്ച എന്താണെന്നറിയോ? ഡാ പോടാന്നൊക്കെ. ഞാൻ ഇവളടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു വിളിക്കരുതെന്ന്. ഇവനെ എടാ പോടാന്ന് വിളിക്കാൻ പറഞ്ഞ എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അത് നോക്കള അങ്ങനെ അച്ഛൻ അച്ഛന്ന് വിളിക്കാൻ എവിടെ എഴുതി വെച്ചിട്ടുണ്ടാ? ദോഷി. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞോട്ടാ, പെണ്ണുങ്ങളടുത്ത് കുസ്തി ഇല്ല. പെണ്ണ് ഇവളെ പെണ്ണായിട്ട് ഇന്നാരും കൂട്ടിയില്ല, അതുകൊണ്ടാ ഞാൻ കുസ്തി പിടിക്കില്ല. അവൻ നിന്റെ ആര്? ചേട്ടൻ നീ അവനെ വിളിക്കോ? മുടിയാന്ന് വിളിക്കോ? വിളിക്കോ? എല്ലാത്തിനും ഒരു കണക്ക് വേണമായിരുന്നു. ഇത് എണ്ണം കൂടി പോയി, അതാണ്. എന്റെ വാച്ച് ഉണ്ടായിരുന്നാ? എനിക്ക് എന്തിനാ അമ്മയുടെ വാച്ച്? അമ്മന്റെ ക്രീം എടുത്തായിരുന്നോ അമ്മേ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ നിന്റെ ക്രീം, എനിക്കെന്തിനാ? മേലെ ഒറ്റ എന്റെ റൂമിൽ കയറി പോരുന്നോട്ടാ, ഒരു സാധനം വെച്ചെടുത്ത വെച്ച് കാണൂല. എന്റെ മുറിയിലുള്ള രണ്ടെണ്ണത്തിനെ അടിച്ചിറക്കിയാലേ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നിന്നെ ആദ്യം വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം, എന്നാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. ലച്ചുവേ, നിനക്ക് ട്യൂഷൻ പോകാൻ എന്തിനാടി ക്രീം? ഈ അടുക്കള നിൽക്കണ അമ്മയ്ക്ക് എന്തിനാ ഇപ്പൊ വാച്ചി? രാവിലെ തുടങ്ങി നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കോട്ടെ ലച്ചു. എന്താടി നിങ്ങൾ എന്റെ വാച്ച് കണ്ട രാവിലെ തന്നെ നോക്കുക അവിടെ. പിന്നെ നിന്റെ വാച്ച് കെട്ടിക്കൊണ്ട് ഞാൻ ജോലി ചെയ്യണം, പാടി കിടന്ന്. നിങ്ങളുടെ ഓരോന്നെ കാണാണ്ട് പോകുമ്പോ എന്റെ അടുത്തൊന്ന് ചോദിക്ക്, നല്ല മറുപടി തരാം ഞാൻ. അച്ഛാ ഇപ്പൊ അമ്മയടുത്തൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര ദേഷ്യത്തിലാ. എങ്ങനെ ദേഷ്യപ്പെട്ടായിരിക്കും? അനിയനെ കാണത്തിന്റെ വിഷമം മനസ്സിൽ കിടന്ന് തിളച്ച് മറിയല്ലോ. ഇത് എന്തോന്നത്? ഈയിടെയായിട്ട് ഒരു സ്വസ്ഥതയില്ലല്ലോ, എപ്പോ നോക്കിയാലും ബഹളം. അയ്യേ, കുറച്ച് മുമ്പ് അവിടെ കിടന്ന് പൊടിച്ചവനാണ് അവൻ, നല്ലവൻ ചമയാണ്. പാടാടുന്ന്. അത് കഴിഞ്ഞത് കഴിഞ്ഞ്. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ? ഇടാ എന്റെ വാച്ച് കാണില്ല, അതിന് കിട്ടിയാ വാച്ചാ? അയ്യോ, അത് കേൾക്കുമ്പോ എനിക്ക് തലവേന എടുക്കും. വാച്ചൊന്നും എനിക്ക് ഇഷ്ടമല്ല. സമയത്തിന് വിലയില്ലാത്തതാണ് വാച്ച്. അവനെ പാടാ കിടന്ന്. അച്ഛാ BSc പേപ്പർ മുങ്ങി നടക്കുക. BSc പേപ്പർ എഴുതിയെടുക്കാൻ വേണ്ടി മുങ്ങി നടക്കുക. അതിന് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അമ്മ ഞാൻ പോയിട്ട് വരാട്ടെ, അർജന്റ് ഒരു സ്ഥലം വരെ. അയ്യാ മുങ്ങിയണ്ട, BSc പേപ്പർ എന്ന് പറഞ്ഞപ്പോ അവൻ അത് നശിക്കാനുള്ള പോക്കാണ് അച്ഛാ. എവിടെ പോവാം? അവൻ വരും, ഇവിടെ തന്നെ വരും. വേറെ എവിടെ പോണത് അവൻ? നീ വാച്ച് എവിടെ വെച്ചത്? വച്ചെടുത്ത് നോക്കടി. വച്ചടാ രേഖ പിന്നെ അവിടെ നോക്കൂലേ? അച്ഛനെ ക്രീം എടുത്തായിരുന്നോ? ക്രീം എടുത്തന്റെ? എന്റെ ക്രീമാ? എന്റെ ക്രീം എടുത്തായിരുന്നു. ആര്? ഞാനാ? എന്തിന്? എനിക്ക് എന്താ ക്രീം? കാറ്റലോഗ് വെച്ചാൽ കാണൂല, കിട്ടിയേക്ക് എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കായിരുന്നു. അതില്ല, വച്ച അപ്പല്ലേ എടുത്തോണ്ട് പോവുകയും ചെയ്യണം അവിടെ ഇവിടുന്ന്. ബാലുവേ, ലച്ചുവിന്റെ റൂമിലെ ചെറിയ അലമാരിയില്ലേ, അതിന്റെ താക്കോല് ഉണ്ടായിരുന്നാ? രാവിലെ മുതൽ വാച്ച് കാണാനില്ല, ഇപ്പൊ താക്കോല് കാണാനില്ല. അതിന്റെ പറയാണ് ഇപ്പൊ. അതല്ല, വാച്ച് കിട്ടി. വാച്ച് നോക്കിയപ്പോഴേ താക്കോലിനെ കുറിച്ച് ആലോചിക്കണം. അതിനകത്തിലെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇരിക്കണേ. അയ്യാ, ഇരുന്നിട്ട് എന്താന്ന് പ്രയോജനം? അടുത്ത് വലിച്ചാരി പുറത്തിട്ട് കത്തിരി ഡോക്യുമെന്റ്സ്. അതിന് താക്കോലില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാണാതിരിക്കണം ഏറ്റവും നല്ലത്. അച്ഛൻ ഇപ്പൊ പറയും ഡോക്യുമെന്റ്സ് കൊണ്ട് ഒരു ഉപയോഗമില്ലാന്ന്. ഉപയോഗം വരുമ്പോ അച്ഛനോട്ട് കിടന്ന് തല കുത്തിമാണ് ഡോക്യുമെന്റ്സിന് വേണ്ടി. എവിടെ നിന്ന് വന്നത്? ട്യൂഷൻ ക്ലാസ്സിന് വന്നത്. കേശോടെ? അവന് ക്ലാസ് കഴിഞ്ഞില്ല, അവിടെ ഇരിപ്പുണ്ട്. നീ ഒറ്റയ്ക്ക് വന്നേ? ഇവിടുന്ന് ഓടി വരണ ദൂരമുള്ളൂ, ഞാൻ അങ്ങോട്ട് ഓടിപ്പോന്നു. വഴിയിലൊക്കെ പട്ടി കാണും, അത് ഞാൻ ഓട്ടിക്ക് അവസാനം ഓടിയെ മുഴുകൂല. പേടിപ്പെടുത്തല്ല അച്ഛാ. ബാലു ഒന്ന് പറ, താക്കോൽ എവിടെ? എടി ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, ചെറിയ അലമാര പൂട്ടിയാര്? അപ്പൊ താക്കോല് പോയി. എന്നാലും താക്കോൽ എവിടെ പോയി? അതാണ് ഞാൻ ആലോചിക്കണത്, താക്കോൽ എവിടെ പോയത്? അമ്മേ ഡാഡി, താക്കോൽ എവിടെ പോയി ആലോചിച്ചോണ്ട് കൊമ്മയെ വിളിച്ചോണ്ട് വരണം. അച്ഛൻ ആലോചിക്കണ നേരം കൂടെ ആ ടേബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. എന്താ മക്കളെ ഇതിന്റെ അതൊന്നും ഇല്ല? ഒന്ന് നോക്കിക്കൂടെ അതിനകത്ത്? എടി ഇതിന്റെ അകത്ത് എന്റെ ടൂൾസും സ്പെയർ പാർട്സും മാത്രമേ ഉള്ളൂ. അത് കാരണം കൂടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അതൊന്നും ഇല്ലെന്ന്. എന്നാ താക്കോൽ എവിടെ പോയെന്നാണ് ഞാൻ എന്തോന്നാണ് തപ്പണേ? ഞാൻ പറഞ്ഞില്ല അതിന്റെ അതൊന്നും ഇല്ലാന്ന്. പിന്നെ എന്തിന്? ഞാൻ തപ്പില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ അച്ഛാ. ഞാക്കുള്ളൂ. എന്നാലും താക്കോൽ എവിടെ പോയി? നീ മുറിക്കകത്ത് മേശയുടെ അവിടെയൊക്കെ നോക്ക്. പോ നോക്ക് പോ. ഞാൻ അവിടെയൊക്കെ നോക്കിയാന്നേ. ഒന്നും കൂടെ നോക്കിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലേ? പോയി നോക്ക്.
നീ എന്തോന്ന് പ്രശ്നം എന്ത്? ചേട്ടാ നെയ്യാറ്റിൻകരയിലെ വസ്തുവിന്റെയും പിന്നെ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇരിക്കില്ലേ ആ. ലച്ചു ചേച്ചിയുടെ മുറിയിലെ ഒരു ചെറിയ അലമാര ആ. അത് അച്ഛൻ പൂട്ടിട്ട് എന്റെ താക്കോലെടുത്ത് എവിടെ കൊണ്ട് കളഞ്ഞു. ആര് കളഞ്ഞു? ഞാൻ കളഞ്ഞ പൊടി എടുത്ത് എന്നാലത് എവിടെ കൊണ്ട് വച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല ഇനിയിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? കുത്തിപ്പൊളിക്കന്നെ. പോടാ അവിടെ നിന്ന്. അത് വളരെ പഴക്കമുള്ള സാധനമാണ്. എന്നാലും എവിടെ കൊണ്ട് വച്ചത് ഞാൻ? ബാലു അവിടെ കാണില്ല ഒന്ന് പറഞ്ഞ എവിടെ വെച്ചെന്ന്. അച്ഛാ അച്ഛൻ ശരിക്കും ഓർത്ത് നോക്ക് എവിടെയാ കൊണ്ടേ വെച്ചേന്ന്. ശരിക്കും ഓർത്തോക്ക്, നല്ലോണം ഓർത്തോക്ക്, 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 ഓർത്തോക്ക്. ഇതിപ്പോ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണമെങ്കിൽ നമുക്ക് കുത്തിപ്പൊളിക്കാന്ന്. ഇതിന്റെ തല ഞാൻ വെട്ടി പൊളിക്കും. എന്റെ ഓഫീസിലെ കുറെ ഫയൽസ് അതിനകത്ത് ഇരിക്കുകയാണ്. കിട്ടിയില്ല പ്രശ്നവും ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. കിട്ടിയില്ല തോന്നുന്ന പ്രശ്നം അലമാര നമ്മളങ്ങ് വെട്ടി പൊളിക്കും. അച്ഛാ അച്ഛൻ സാധാരണ ആ താക്കോല് എവിടെയാണ് വെക്കാറ്? ബെസ്റ്റ്. വല്ല ബോധം ഉണ്ടെങ്കിൽ അതൊക്കെ ഓർത്തുകൊള്ളു. വായി വരണം വല്ല വിളിച്ച് പറഞ്ഞോണ്ടല്ല നീ അവസരം കിട്ടുമ്പോഴൊക്കെ എന്നിട്ട് കുത്താൻ നോക്കണം. ഞാൻ അലമാര വെട്ടി പൊളിച്ച് അതിന്റെ അത്ര ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ തീയിട്ട് ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. ഈ ചെറിയ അലമാര ഞാൻ അങ്ങനെ പൂട്ടാറില്ലല്ലേ. പിന്നെ പൂട്ടാതെ സംഗതി ശരിയാണ്. പക്ഷെ ഈ പൂട്ടിൽ താക്കോല് ഞാൻ ഇവിടെ വെച്ചെന്നാണ് ആലോചിക്കുന്നത്. ഇനി മേശ തപ്പണായിരിക്കും. കൈവെട്ടി കളഞ്ഞ ചെറിയ അലമാര പൂട്ടി ആ താക്കോലെടുത്ത് ഞാൻ ഇതിന്റെ അകത്ത് വെച്ച് പൂട്ടി. എന്നാ ഞാൻ പോയി നോക്കാം. ഇങ്ങോട്ടാടാ നീ അലമാര വലിച്ച് തുറക്കാതെ ഇവിടെ നില്ലേ ഇവിടെ നില്ലേ. അപ്പൊ താക്കോൽ എടുക്കണ്ടേ? എടി ഞാന് ആ ചെറിയ അലമാര പൂട്ടിയിട്ട് ആ താക്കോലെടുത്ത് ഈ വലിയ അലമാരക്കകത്ത് വെച്ച് സേഫ്റ്റിക്ക് വേണ്ടിട്ട്. സേഫ്റ്റിക്ക് വേണ്ടി. എന്നിട്ട് ഈ അലമാര പൂട്ടിയിട്ട് അതിന്റെ താക്കോൽ എവിടെ കൊണ്ടുവച്ചു? മിണ്ടായിരിക്കും, വഴി തെറ്റിപ്പോവും. അച്ഛൻ കണ്ണു മിണ്ടായിരിക്കേ. ബാലു ഈ അലമാരിന്റെ ചാവി എവിടെ? ഈ അലമാരിന്റെ ചാവി എവിടെയെന്നാ ചോദിക്കണേ. അതാണ് ഇപ്പൊ എനിക്ക് അറിയാത്തത്. എനിക്ക് വയ്യ എന്റെ അമ്മോ. അച്ഛൻ ആലോചിക്കേ. ശരിക്കും ആലോചിക്കാ. ആലോചിക്കുന്നു പറഞ്ഞു എന്നെ ടെൻഷൻ അടിച്ച് എന്നെ കൊല്ലാതെ അത് ഒരു താക്കോലിന് വേണ്ടി. അച്ഛാ അച്ഛാ അച്ഛനൊന്ന് സമാധാനപ്പെടും. എന്റെ മക്കളെ അങ്ങനെ പറ. എന്നിട്ടൊന്ന് ആലോചിച്ച് പറ താക്കോൽ എവിടെ കൊണ്ട് വെച്ചേക്കാന്ന്. ഇനി ആലോചിക്കണം ഞാൻ. ആലോചിക്കണം. അച്ഛാ അച്ഛനൊന്ന് സമാധാനപ്പെടും. എന്റെ മക്കളെ അങ്ങനെ പറ. എന്നിട്ടൊന്ന് ആലോചിച്ച് പറ താക്കോൽ എവിടെ കൊണ്ട് വെച്ചേക്കാന്ന്. ഇനി ആലോചിക്കണം ഞാൻ. ആലോചിക്കണം. അച്ഛൻ അലമാരി പൂട്ടിയിട്ട് ഇപ്പൊ ഏകദേശം എത്ര ദിവസമായി? അച്ഛാ പറ എത്ര ദിവസമായി? ബാലു ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആ ചെറിയ അലമാരി പൂട്ടിയില്ലേ? പൂട്ടിയിട്ട് അപ്പൊ തന്നെ കൊണ്ട് വലിയ അലമാരക്ക് അത് ചാവി വെച്ചോ? വെച്ചോ വെച്ചില്ല അത് തുറന്നൊന്ന് പറ. അച്ഛാ പറ, വെച്ചോ വെച്ചില്ലേ? അതാ താക്കോലും കൊണ്ട് പുറത്തെങ്ങാനും പോയാ? അച്ഛാ പറ പുറത്തെങ്ങനെ പോയാ? അച്ഛൻ സാധാരണ ഒരു സാധനം എടുത്തിട്ട് പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോക്കറ്റിലിടോ അതോ മുണ്ടി മടക്കി നോക്കിയോ ടേബിളിൽ നോക്കി എവിടെ വെക്കും? എന്ത് എല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഓർമ്മ കിട്ടിയെന്ന് കിട്ടിയാ? വാ എന്നാ പറന്ന്. ഞാനേ ചെറിയ അലമാര പൂട്ടിയിട്ട് ആ താക്കോലെടുത്ത് വലിയ അലമാര കൊണ്ടുവച്ച് എന്നിട്ട് വലിയ അലമാര പൂട്ടി ആ താക്കോലെടുത്ത് ഇവിടെ കൊണ്ടുവച്ചെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോ എന്റെ വർക്കിംഗ് ടേബിളിൽ വെച്ച് പൂട്ടിക്കണം. ഇതന്നെയല്ലേ സർ ഞാനും പറഞ്ഞേ. അപ്പൊ അച്ഛൻ പറഞ്ഞു കൈ വെട്ടും കാല് വെട്ടും എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാ. എവിടെ പോണ്? പിന്നെ തപ്പണ്ടേക്ക്. നീ തപ്പിക്കോ, പക്ഷെ എന്റെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടാ അപ്പോഴാണ് ഇരിക്കുന്നത്. പോകണം. കൊച്ചുപോയി നോക്കട്ടെ. ഈ ചെറിയ അലമാരയിൽ അത്ര വില പിടിപ്പുള്ള സാധനം അതിനകത്തില്ലല്ലോ. ചെറിയ അലമാരയിൽ എന്തോന്ന് ഇരിക്കുന്നത്? ചെറിയ അലമാരയിൽ കുറെ ആവശ്യമില്ലാത്ത കുറെ കടലാസ് മുദ്രപത്രം കുട്ടമ്പളന്നു അതിന് വലിച്ചൊരു കത്തിരടി കത്തിച്ചളേ. പിന്നെ അതിന്റെ പറയാ വരൂലല്ലോ. അതെ അതിനുള്ള താക്കോലൊന്നും കിടപ്പില്ല. ഇനിയിപ്പോ എന്തായാലും നീ വർക്ക് ചെയ്യുന്ന ചെറിയ പാര എടുത്തോണ്ട് വന്നേ. അലമാര വിളിക്കാനല്ലേ വെട്ടുകോ? പോവല്ല അങ്ങോട്ട്. എവിടെ പോണ്? ആരെടുക്കാൻ പോണ? കരികളഞ്ഞ. അതെ ഞാനൊരു കാര്യം പറയട്ടാ. ചെറിയ അലമാര താക്കോല് വലിയ അലമാരക്ക് എത്താണെന്ന് എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ എങ്ങനെ പറഞ്ഞു? ഓർത്ത് പറഞ്ഞു. അപ്പൊ എന്ത് ഓർക്കാൻ സമയം എന്താ? അപ്പൊ നമുക്ക് പിടികിട്ടും. ചെറിയ അലമാര താക്കോല് വലിയ അലമാര കൊണ്ട് വെച്ചപ്പോൾ വലിയ അലമാര താക്കോല് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ടേബിളിനകത്ത് വെച്ചു, വർക്കിംഗ് ടേബിളിനകത്ത് വെച്ചു. അപ്പൊ ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ടേബിളിൽ താക്കോല് കാണാനില്ല. അപ്പൊ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? വർക്കിംഗ് ടേബിളിൽ ചില താക്കോല് ചിലപ്പോൾ ചെറിയ അലമാര വെച്ച് പൂട്ടിയോ എന്നുള്ള സംശയം. അപ്പൊ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ചെറിയ അലമാര താക്കോലും വലിയ അലമാര താക്കോലും കൂടെ വർക്കിംഗ് ടേബിളിൽ താക്കോലും കണ്ടുപിടിക്കണം. കൺഫ്യൂഷൻ ആവുന്നേ. അല്ല എന്നാലും ഒരു ചാവി കാണുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ പോയാലും ഒരു ചാവി കാണുമല്ലോ. നിർത്തിക്കോ. ഞാൻ ആ വലിയ അലമാര ചവിട്ടി പൊളിക്കാൻ പോവാ. ചവിട്ടി പൊളിക്കാൻ പോണാ? പൂട്ടി കിടക്കണ അലമാര ചവിട്ടി പൊളിക്കണ? അതെ ഞാനിപ്പോ വരാം.
എന്നാൽ എനിക്ക് കൺഫ്യൂഷൻ അതല്ല. നീ പറഞ്ഞില്ലേ എങ്ങനെ പോയാലും ഒരു താക്കോല് കാണണമെന്ന്. ആ. അപ്പൊ ഈ താക്കോലായിരിക്കുമോ ചിലപ്പോ നമ്മൾ ആദ്യത്തെ ആ ചെറിയ അലമാര വെച്ച് പൂട്ടിയത്? എന്നാലും ഒരു ചാവി കാണണ്ടേ? എന്നാലും ഒരു ചാവി കാണണമല്ലോ അല്ലേ? ദേ നോക്ക്, ആ അലമാര ഒന്നും പൂട്ടിയൊന്നും കിടപ്പുണ്ടായിരുന്നില്ല. ഞാൻ വലിച്ചപ്പോ തുറന്നു വന്നാൽ അതിനകത്ത് അതിന്റെ താക്കോൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിടികിട്ടി. ഇനിയിപ്പോ ഈസിയാണ് ചെറിയ അലമാര താക്കോല് കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമ്മൾ ഒന്ന് നമ്മൾ ട്രാക്ക് മാറി കിടക്കണം, ഒന്ന് ചിന്തിച്ചാൽ കിട്ടും നമുക്ക്. ഇനി പ്രശ്നമില്ല. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ചെറിയ അലമാര പൂട്ടി. അച്ഛാ അതെ, ഞാൻ ഈ ചെറിയ അലമാര പിടിച്ച് വലിച്ചു നോക്കിയപ്പോഴത്തേക്കും അതിന്റെ വാതിൽ തുറന്നു വന്നു, അത് പൂട്ടിയിട്ടില്ല. നീലേ പറഞ്ഞത് ചെറിയ അലമാര പൂട്ടിയെന്ന് നീ പറഞ്ഞില്ലേ? അല്ല, പൂട്ടിന്നല്ല പറഞ്ഞത്. ഞാൻ ചെന്നപ്പോ അത് അടഞ്ഞു കിടക്കണം, നല്ല പ്രസ്സായി അടഞ്ഞു കിടക്കണം. നോക്കിയപ്പോ അതിനകത്ത് ചാവില്ല. ചാവിലിടരുമ്പോ നമ്മൾ അത് നോക്കും. എവളാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? എടാ നിന്റെ എന്താണെന്ന് അറിയാമോ? നിന്നെ എടുത്ത് വലിയ അലമാരക്കകത്ത് വെച്ച് പൂട്ടിയിട്ട് ആ താക്കോല് പൂട്ടി ഏതെങ്കിലും ആഴക്കടലിൽ കൊണ്ടുവരണം. ഒരിക്കലും താക്കോല് കിട്ടില്ല. എന്റെ അമ്മ എവളെ കൊണ്ട് ഞാൻ തോറ്റ വിളക്കണം. Yeah.